കുഞ്ഞമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിത അമൃത ആലപിക്കുന്നു. കലോത്സവ വേദികളിലെ പഴയ താരമല്ല. അബ്ദമൊന്നു കഴിഞ്ഞിതാ വീണ്ടും അസുദീനമതൻ മുന്നിലെത്തി. ഇച്ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എത്ര കണ്ണീർ പുഴകളൊഴുകി. അത്തലാലം വീർപ്പിട്ടെത്ര കാമുക ഹൃത്തടം പൊട്ടി. കാലവാദമടിച്ചെത്ര കോടി ശ്രീലപുഷ്പങ്ങൾ ഞെട്ടറ്റുപോയി. പൊട്ടിടാത്തതെന്തെന്നിട്ടുമയ്യോ കഷ്ടം ഈ കൊച്ചു നീർപ്പോള മാത്രം. ദുഃഖചിന്ത മതിയേവം ഞെക്കിടായ നീ എൻ മൃദുചിത്തം. ഗംഭീരം. അപ്പൊ സ്പന്ദിക്കുന്ന അസ്ഥിവാടം എന്ന കവിത കേട്ടപ്പോ എനിക്ക് ഇതല്ല ആ ഒരു വിനയമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് സ്പന്ദിക്കുന്ന അസ്ഥിവാടം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചൊല്ലുന്നത്. ഇടയിൽ ഏതോ ഒരു 8 വരി ഞാൻ നമ്മുടെ പ്രേക്ഷകർ കുറെ പേരൊക്കെ ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. അതിനിടെ നമ്മുടെ ഇക്കാന്റെ ഇരട്ടപ്പേരും വരുന്നുണ്ട്, കമന്റിലൊക്കെ വരുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു വൈബ്. അത് വരുമ്പോഴാണ് ആ കഥാപാത്രത്തെ ആ കഥയൊക്കെ വായിച്ചിട്ടുള്ളതാണോ? എനിക്കിഷ്ടമായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും എന്നെ കൊണ്ട് പറയിക്കാനാണോ? നടക്കില്ല. പേരിഷ്ടാണോ? അല്ല, എനിക്കിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവര് നമ്മുടെ കാര്യം നോക്കി പോണോന്നല്ലാതെ അവർക്കൊരു സന്തോഷം. ഞാൻ മിക്കവാറും എ റഹീം എന്ന് പറയാറില്ല. അറിയാതെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് റഹീമിക്കാന്നായി പോകും. അത് സുജയ തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച കാലം മുതലുള്ള ഓർമ്മയും. അതെ ബിജുവണ്ണനും റഹീമിക്കയുമാണ്. അതെ, സുജയ ഞങ്ങളുടെ ഒരു എല്ലാവരുമായിട്ട് നല്ല അടുത്ത ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരാളാണല്ലോ. സൗഹൃദം അങ്ങനെ അറിയാവുന്നത് കൊണ്ടുള്ള ബന്ധമാണത്. എനിക്കിപ്പോ നമ്മുടെ ഒരാളെ കൂടെ മിസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചിന്തയെ. ആ ചിന്ത ഇന്നലെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളോടൊപ്പം. ഇല്ല, ചിന്ത വന്നില്ല. ചിന്ത ഇന്ന് എത്തിക്കണം. ചിന്തയും കൂടെ വന്നാൽ കുറച്ചുകൂടെ വൈബാകും അല്ലേ ബ്രദർ? ചിന്ത മോണാക്ട് ഒക്കെ ചെയ്യും. ചിന്ത ഈ പ്രസംഗം ഞങ്ങള് സമകാലികരാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ക്യാമ്പസില് മുമ്പ് നമ്മുടെ ചിന്ത ഒരുപാട് പ്രസംഗ മത്സരത്തിന്. ചിന്ത മാത്രമല്ല, അതാണ്ട് അനീഷ് പോൾ പറയുന്നു കവിത കലക്കി. ജയൻ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് സുധ പറയുന്നു കവിത കലക്കി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അങ്ങ് ഇറങ്ങിയല്ലേ എന്ന് ചോദിക്കുന്നു. രാവിലെ തന്നെ ഇറങ്ങി. ഇനിയുമുണ്ട് കാഴ്ചകൾ. കനകക്കുന്നിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവിടെയുള്ളവരൊക്കെ ഒന്ന് ഹായ് പറയണ്ടേ ഡൽഹിക്ക് പോകുന്നതിന് മുന്നേ? നിങ്ങൾ കനകക്കുന്നിലേക്ക്, ഞാൻ കനകക്കുന്ന് വഴി നമുക്ക് സന്തോഷം ലീഡ് കനകക്കുന്നിലേക്ക്. ഞാൻ മറ്റൊരിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്കൊപ്പം എ റഹീമും അമൃതയും ഉണ്ടായിരുന്നു. ഡോക്ടർ ആയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു അഭിനന്ദനം അതിന് നേരട്ടെ കേട്ടോ. നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്, അധികം നേരിട്ട് കണ്ടിട്ടുമില്ല അല്ലേ? കണ്ടിട്ടില്ല.